ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, 2 വർഷം മുമ്പ് ഷാലോം ടൈംസിൽ ആൻമരിയ ക്രിസ്റ്റീന എഴുതിയ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാനിടയായി. ഈ സഹോദരിയുടെ എഴുത്തുകളൊക്കെ വായിക്കാൻ എനിക്കേറെ ഇഷ്ടമാണ്. ഈ കൂട്ടുകാരി വളരെ നിഷ്കളങ്കമായി ഈശോയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ നമുക്കും അതൊരു പ്രചോദനമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി സമയങ്ങളിൽ സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുവെന്ന് ആൻമരിയയുടെ ജീവിതം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ആത്മീയ സുഹൃത്തുക്കളിൽ ഒരാളാണ് ഈ ആൻമരിയ ക്രിസ്റ്റീന. ഈ സഹോദരിയുടെ ദൈവാനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈശോയിലേക്ക് എന്നെ ഒരുപാട് വളർത്തിയിട്ടുണ്ട്. ഈ ഒരു സാക്ഷ്യവും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ ഇത് കൂടുതൽ ബലപ്പെടുത്താൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക അസ്വസ്ഥതകളാൽ ഇന്ന് അവധിയെടുത്തു. ശരീരം മുഴുവൻ നീരും വേദനയും. 2.5 വർഷമായി ഈശോയുടെ ഒളിച്ചേ കണ്ടേ കളി തുടങ്ങിയിട്ട്. അല്പം കലിപ്പിലാണ് ഈശോയോട് സംസാരിച്ചത്. ഈശോയെ, ഇതിനൊരു പരിഹാരമില്ലേ? സഹനം മാറ്റാൻ ഞാൻ പറയുന്നില്ലല്ലോ. രോഗം എന്താണെങ്കിലും കണ്ടുപിടിച്ച് തന്നൂടെ? 4 ദിവസമായി ബൈബിളിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം ദിവസവും ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നു. രോഗം എന്താണെന്നൊന്ന് കണ്ടുപിടിക്കാൻ. എല്ലുരോഗ വിദഗ്ധർ ചെയ്യാവുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്തതാണ്. വാതരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് സംശയിച്ച് മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു. 17 MRI ചെയ്തു. എന്നിട്ടും രോഗം എന്തെന്ന് മനസ്സിലാകുന്നില്ല. ശരീരം മുഴുവൻ പരിമിതികളിൽ നിന്ന് കൂടുതൽ പരിമിതികളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. രോഗം എന്ത് എന്ന ചോദ്യം മാത്രം ഉത്തരമില്ലാതെ അവശേഷിച്ചു. കുറച്ചു സമയത്തേക്ക് മുറിയിൽ നിശബ്ദത അലയടിച്ചു. സ്വർഗം മുഴുവൻ ആകാംക്ഷയോടെ ഈശോയെ നോക്കുകയാണ്. അടുത്ത നിമിഷം കട്ടിലിൽ കിടക്കുന്ന എൻ്റെ വലതു കാതിൽ ഒരു മൃദുസ്വരം കേട്ടു. RA ഫാക്ടർ. നഴ്സ് ആയതുകൊണ്ട് ഈശോ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. വയ്യാതിരുന്നിട്ട് കൂടി ഉടനെ ആശുപത്രിയിലേക്ക് യാത്രയായി. ഡോക്ടറെ സന്ദർശിച്ച് കാര്യം പറഞ്ഞു. RA ഫാക്ടർ ബ്ലഡിൽ ചെക്ക് ചെയ്യണം. ഡോക്ടർ ആകാംക്ഷയോടെ എന്നെ നോക്കി പറഞ്ഞു, RA ഫാക്ടർ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല. അതൊഴികെ ചെയ്യാനുള്ള എല്ലാ ടെസ്റ്റുകളും 7 തവണ നമ്മൾ ആവർത്തിച്ച് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവുമാണ്. ഇനി ഈ ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടറുടെ വാക്കുകൾ സത്യമാണ്. ചെയ്യാനുള്ളതെല്ലാം അതിൻ്റെ പാരമ്യത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഒരു പക്ഷേ ഇതിലൂടെ എന്തെങ്കിലും ദൈവം ചെയ്താലോ? എൻ്റെ വേദനയും പരിമിതികളും അറിയുന്ന ഡോക്ടർ RA ഫാക്ടർ ടെസ്റ്റ് ഓർഡർ ചെയ്തു. ലാബിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് വേണ്ടി ജ്ഞാനം 9-ാം അധ്യായം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ലാബിലുള്ളവർക്ക് ഞാൻ സുപരിചിതയാണ്. കാരണം അത്രയും ടെസ്റ്റുകൾ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് അവരും ആഗ്രഹിച്ചു രോഗനിർണയം സംഭവിക്കുവാൻ. ഉച്ചയോടുകൂടി റിസൾട്ട് ലഭിച്ചു. എനിക്ക് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഫാക്ടർ പോസിറ്റീവാണ്. ഈശോയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. സ്നേഹചുംബനങ്ങൾ കൊണ്ട് മൂടി. ഈശോയെ ആശ്വസിപ്പിച്ചു. ഈശോ, നീ കരയല്ലേ? 2.5 വർഷം എന്നെ രോഗാവസ്ഥ അറിയിക്കാതെ, രോഗമറിഞ്ഞ് ഞാൻ വിഷമിക്കാതിരിക്കാൻ നിന്റെ ഹൃദയത്തിൽ രഹസ്യമായി സൂക്ഷിക്കാൻ മാത്രം നീ എന്നെ സ്നേഹിച്ചല്ലോ. ആ സ്നേഹത്തിന് ഞാൻ എന്താണ് പകരം നൽകുക? ഈശോയും ഞാനും ഭയങ്കര സെൻറ്റിയായി. റിസൾട്ട് അടുത്ത ദിവസം ഡോക്ടറെ അറിയിച്ചു. ഉടനെ തന്നെ റൂമറ്റോളജിസ്റ്റിനെ വിളിച്ചു. അവർ അപ്പോയിൻമെൻറ്റ് വാങ്ങിത്തന്നു. 2021 ഓഗസ്റ്റ് 29 എൻ്റെ രോഗം നിർണയിക്കപ്പെട്ടു. സ്പോണ്ടിലോ ആർത്രൈറ്റിസ് ആൻഡ് ഫൈബ്രോമയാൾജിയ. ഒരു രോഗമോ വേദനയോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈശോയെ കുറ്റപ്പെടുത്താനും പഴിചാരാനും ഒക്കെ സാധ്യതകളുണ്ട്. പക്ഷേ നമ്മേക്കാളേറെ ഈശോ വേദനിക്കുന്നു. കാരണം തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കാണാൻ കഴിയാത്ത അമ്മയെപ്പോലെ ഈശോയുടെ ഹൃദയം വിങ്ങുന്നു. ഒരു ഗാനത്തിൻ്റെ ഈരടികൾ ഓർത്തുപോകുകയാണ്. എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി
ജ്ഞാനം 9-ാം അധ്യായം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈശോ എൻ്റെ രോഗനിർണയം നടപ്പിലാക്കി. ഈശോയ്ക്ക് അടുത്ത പണി കൊടുക്കാൻ ഞാൻ തയ്യാറായി. 8 വർഷമായി രോഗം നിർണയിക്കാൻ സാധിക്കാതെ തൃശ്ശൂരിലും എറണാകുളത്തുമായി എല്ലാ പ്രശസ്ത ആശുപത്രികളിലും കയറിയിറങ്ങി ചികിത്സയിനി വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു എൻ്റെ അമ്മ. യൂറിനറി ഇൻഫെക്ഷനായി തുടങ്ങി പിന്നീട് ഹൃദയഭേദകമായ അവസ്ഥയിലെത്തിച്ചേർന്ന് കിഡ്നിയും യൂറിനറി ബ്ലാഡറുമെല്ലാം ചുരുങ്ങി തുടങ്ങി. മൂത്രം പോകാൻ വളരെ ബുദ്ധിമുട്ട്, പുകയുന്ന വേദന, ഐസ് വെള്ളമെടുത്ത് പലപ്പോഴും വയറിന് മുകളിലൂടെ ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 8 വർഷത്തെ യാതനകൾ കഠിനമായിരുന്നു. എങ്കിലും അമ്മ പരാതികളില്ലാതെ വിശുദ്ധ ഗ്രന്ഥം വയറിന് മുകളിൽ വെച്ച് കിടക്കുമായിരുന്നു. ഈശോയോട് ഞാൻ വീണ്ടും വഴക്കിട്ടു. എൻ്റെ അമ്മയാണ് കൂടുതൽ വേദന സഹിച്ചത്, അതുകൊണ്ട് രോഗനിർണയം അമ്മയ്ക്കിനി വൈകാൻ പാടില്ല. ഇത്രയും പറഞ്ഞ് 7 ദിവസങ്ങൾ ഞാനും 9 പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 7-ാം ദിവസം ഗൂഗിളിൽ ഞാനൊരു ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച്. പെട്ടെന്ന് മറ്റൊരു ആർട്ടിക്കിൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി റിലേറ്റഡ് ടു റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്. അത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിൽ ഒരു ചിന്ത, അമ്മയ്ക്ക് രോഗമിതായിരിക്കുമെന്ന്. പ്രായത്തിൻ്റെതായ ചില വേദനകൾ ജോയിൻറ്റുകളിൽ ഉണ്ടാവുന്നതല്ലാതെ ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളായി അവയെ പരിഗണിച്ചിരുന്നില്ല. ഈ രോഗാവസ്ഥ ആർത്രൈറ്റിസിൽ വളരെ അപൂർവമായി കണ്ടുവരുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. ഈശോയോട് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന്. ഈശോയുടെ മറുപടി അനുസരിച്ച് എനിക്ക് ചെയ്ത ചില ബ്ലഡ് ടെസ്റ്റുകൾ തൊട്ടടുത്ത ദിവസത്തിൽ അമ്മയ്ക്ക് ചെയ്തു. റിസൾട്ട് എല്ലാം വളരെ ഉയർന്ന റീഡിങ്ങുകളായിരുന്നു. പിന്നീട് അമ്മയ്ക്കും ചികിത്സ ആരംഭിച്ചു. ഈശോയുടെ കരുണയാൽ അല്പം ആശ്വാസം ലഭിക്കാൻ തുടങ്ങി. ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം. അടുത്തുള്ളതുപോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനത്തിന് പുസ്തകം 9-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. ജീവിതം വഴിമുട്ടുമ്പോൾ, കൺമുൻപിൽ തുറന്ന വാതിലുകളൊന്നുപോലും കാണാതെ വരുമ്പോൾ നിരാശപ്പെടരുത്. പ്രത്യാശ കൈവിടരുത്. ചെങ്കടൽ കടന്നവർ ജോർദാൻ നദിക്ക് മുൻപിൽ പരിഭ്രമിക്കരുത്. വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിനെ സഹായത്തിനായി വിളിച്ച് പ്രാർത്ഥിക്കുക. അവൻ വിളിക്കും മുൻപേ ഉത്തരം നൽകുന്നവനാണ്, പ്രാർത്ഥിച്ചു തീരും മുമ്പേ കേൾക്കുന്നവനാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെയാണ്: അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നദ്ധയിലാണ്. ആമേൻ.